പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ വി ഡി സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിനൊപ്പം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. FCRA ചട്ടലംഘനം നടന്നുവെന്നാണ് വിജിലൻസ് വിലയിരുത്തലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഹോം സെക്രട്ടറിക്ക് നൽകിയ സ്പഷ്ടീകരണ കത്തിൽ വി ഡി സതീശൻ MLA വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ലെന്നും വിജിലൻസ് വ്യക്തമാക്കുന്നു. മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ട് വഴിയാണ് ഇടപാടുകൾ നടന്നതെന്ന് കത്തിൽ. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഇപ്പോൾ വി ഡി സതീശൻ MLA ദീർഘകാലമായി MLA ആയി പ്രവർത്തിക്കുന്ന ആളാണ്. മണ്ഡലത്തിൽ ഇപ്പോൾ വീടില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ വെള്ളപ്പൊക്ക ദുരിതാശ്വാസം, അങ്ങനെ അത്തരത്തിൽ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി വീട് വയ്ക്കാൻ ഒരു MLA ആലോചിക്കുന്നതും തെറ്റല്ല. അതിനുവേണ്ടി വിദേശത്ത് പോയി പണം പിരിച്ചു എന്നാണല്ലോ ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു അസ്വാഭാവികത, അല്ലെങ്കിൽ അക്കാര്യത്തിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു അസ്വാഭാവികത വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ CBI അന്വേഷണത്തിൽ ഈ MLA പണം കൈമാറിയിട്ടില്ല, അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന വിവരമുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ CBI അന്വേഷണം എന്നൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന വിവരം വരുന്നു. എങ്ങനെയാണ് ഈ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? രതീഷ്, ഈ പുനർജനി ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ 2 രേഖകളാണ് ഇന്ന് പുറത്തു വന്നത്. അതിൽ ആദ്യം വന്നത് വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് സർക്കാരിന് നൽകിയ, മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടും അതിൻ്റെ അനുബന്ധ രേഖയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. അതിൽ ഈ പുനർജനി ഫണ്ട് തിരിമറിയുമായി അല്ലെങ്കിൽ ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണമാണ് വി ഡി സതീശനെതിരെ വിജിലൻസ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി 11 മാസങ്ങൾക്ക് മുൻപ് ആ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഒരു ഫൈനൽ റിപ്പോർട്ടും ഒരു ശുപാർശയുമാണ് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ആ ഫൈനൽ റിപ്പോർട്ടിൽ പറയുന്നത് വി ഡി സതീശൻ പുനർജനി ഫണ്ട് തേടി UK പോയതുമായി ബന്ധപ്പെട്ട് ചില ചട്ടവിരുദ്ധ നടപടികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വി ഡി സതീശൻ UK പോകുന്നത് സ്വകാര്യ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് കേന്ദ്രത്തിൻ്റെ അനുമതി തേടുന്നത്. പക്ഷേ UK പോയിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ വകയായി നൽകിയ എയർ ടിക്കറ്റിലാണ്. മാത്രമല്ല, അവിടെ വി ഡി സതീശൻ മണപ്പാട്ട് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പങ്കെടുത്തിരിക്കുന്നത്. ആ പരിപാടിയിൽ വെച്ച് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് മാത്രമല്ല, അവിടെ നിന്ന് 22,500 പൗണ്ട് സ്വരൂപിക്കുകയും അത് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ട് രൂപീകരണത്തിന് സ്വകാര്യ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ പോയിരിക്കുന്നത്. അതിൽ സാങ്കേതികമായ ചട്ടലംഘനം ചൂണ്ടിക്കാണിക്കൽ മാത്രമാണ്. അഴിമതി നിരോധന നിയമപ്രകാരം അഴിമതി നടത്തി എന്ന് കണ്ടെത്താൻ പക്ഷേ വിജിലൻസിന് കഴിയുന്നില്ലല്ലോ. സാങ്കേതികമായി ഇപ്പോൾ പോയതിൽ നിയമപരമായി ഉദ്ദേശിച്ച പർപ്പസിനല്ല, ഇപ്പോൾ സ്വകാര്യ കാര്യത്തിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പൊതുകാര്യത്തിന് വേണ്ടി പോയി, അല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പോയി എന്നതിനപ്പുറത്തേക്ക് ഗൗരവമുള്ള കണ്ടെത്തലുകളുണ്ടോ ഈ റിപ്പോർട്ടിൽ? ആ റിപ്പോർട്ടിൽ പറയുന്നത് FCRA ചട്ടത്തിൻ്റെ ലംഘനം വി ഡി സതീശൻ നടത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചട്ടലംഘനം നടന്നു കഴിഞ്ഞാൽ അത് FCRA നിയമത്തിൻ്റെ 2010 സെക്ഷൻ 3(2)A പ്രകാരം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് അതിലെ FCRA ചട്ടത്തിൽ തന്നെ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI എൻക്വയറിക്ക് ഈ വിജിലൻസ് ശുപാർശ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ചില കണ്ടെത്തലുകൾ കൂടി ഈ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതിന് സംബന്ധിച്ച് ഒരു CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ വിജിലൻസ് പ്രത്യേകം ചാർജ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും CBI അന്വേഷിക്കട്ടെ എന്നൊരു നിലപാടാണ് വിജിലൻസ് എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വിശദീകരണം അങ്ങനെ ഒരു ശുപാർശ നൽകിയത്. ഇനി രണ്ടാമത് വന്ന ഒരു രേഖ അത് എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ മാസം വിജിലൻസ് DIG ആയിരുന്ന K. കാർത്തിക് ഹോം സെക്രട്ടറിക്ക് അയച്ച കത്താണ്. ആ കത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് വി ഡി സതീശൻ MLA വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടം ഈ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു 3-4 ചോദ്യങ്ങൾ സ്പീക്കർ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരു സ്പഷ്ടീകരണ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയതാണ്. അതിൽ പറയുന്നത് വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് വിദേശ ഫണ്ട് വന്നിട്ടില്ല, വി ഡി സതീശൻ വിദേശത്ത് പോയി വന്നതിന് ശേഷം ഭൂമി വാങ്ങിയിട്ടില്ല, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുനർജനിയുമായി ബന്ധപ്പെട്ട ഫണ്ട് വന്നിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ്. വി ഡി സതീശനെതിരെ അഴിമതി നിരോധന പ്രകാരം നിയമ കുറ്റം ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ വി ഡി സതീശൻ്റെ വ്യക്തിപരമായ രീതിയിൽ അല്ലെങ്കിൽ MLA എന്ന രീതിയിൽ വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് വിദേശ പണം വന്നതായിട്ടില്ല എന്നാണ് അതിൽ വിശദീകരിക്കുന്നത്. അതേസമയം വി ഡി സതീശൻ്റെ വിദേശ യാത്രയിലും അവിടെ നിന്ന് ഫണ്ട് രൂപീകരിച്ച അല്ലെങ്കിൽ സ്വരൂപിച്ച നടപടിയിലും FCRA ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. ഈ രണ്ട് രേഖയാണ്, 2 കാര്യങ്ങളാണ്
കാര്യങ്ങളാണ് അതിൽ പറയുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന വിശദീകരണം. അതായത് വിജിലൻസ് വി ഡി സതീശന് ഒരു ക്ലീൻ ചിറ്റ് ഈ പുനർജനി ഫൗണ്ടേഷനും ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. കാരണം അദ്ദേഹം പോയിരിക്കുന്ന ഉദ്ദേശത്തിൽ, അതായത് എന്തിനാണോ വിദേശത്തേക്ക് പോകാൻ അനുമതി തേടിയത് ആ ഉദ്ദേശമല്ല അവിടെ നടപ്പാക്കിയത് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ശരി, സാങ്കേതികമായ ഒരു കാര്യമാണ്, സാങ്കേതികമായ ഘടകങ്ങളാണ്. വിദേശയാത്ര അതിന് അനുമതി തേടിയത്, അത് പക്ഷേ പോയത് പർപ്പസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ വിജിലൻസിന് ചില സന്ദേഹങ്ങളുള്ളത്. സന്ദേഹങ്ങൾ അല്ലെങ്കിൽ ഒരു CBI അന്വേഷണത്തിനുള്ള സാധ്യത അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ വിജിലൻസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന, സ്പീക്കർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി വി ഡി സതീശൻ നടത്തി എന്നത് പറയുന്നില്ല. അക്കാര്യം നിഷേധിക്കുകയാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.